വിശേഷങ്ങള്? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഞാൻ ഒരാഴ്ച മുമ്പ് വരെ, ഒരാഴ്ച തൊട്ടിട്ട് ഇന്നലെ വരെ കിടപ്പിലായിരുന്നു. നല്ല ചുമയും കോൾഡൊക്കെ ആയിട്ട്. ഇന്ന് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഒരാഴ്ചയായില്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ട്, വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ശരിയാണ്. പക്ഷെ നമ്മൾ റെസിപ്പീസ് വന്നിട്ട് കുറെ നാളുകളായി. അപ്പോൾ ഞാൻ വളരെ എളുപ്പത്തിലുള്ള റെസിപ്പീസാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ കുട്ടികളുടെയും അതുപോലെ തന്നെ മുതിർന്നവരുടെയും പ്രിയപ്പെട്ട പൊട്ടറ്റോ വെച്ചിട്ടുള്ളൊരു വിഭവം, അതായത് നമ്മുടെ ആലു 65. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ സോയ 65, ചിക്കൻ 65, അതുപോലെ തന്നെ കോളിഫ്ലവർ 65 ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ അല്ലേ. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള, അതേസമയം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ആലു 65 തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആലു 65 ചെയ്യാൻ നോക്കിയാലോ. എൻ്റെ സൗണ്ടൊക്കെ വല്ലാതിരിക്കണം, ക്ഷമിക്കണം കേട്ടോ. മുഴുവൻ അങ്ങോട്ട് ശരിയായിട്ടില്ല, ചുമ മാറി എന്നാലും സൗണ്ട് ശരിയായിട്ടില്ല. അപ്പോൾ കുറേ ദിവസമായില്ലേ ഞാൻ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ആലു 65ൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് 2 പൊട്ടറ്റോ. ഞാൻ 2 മീഡിയം പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഞാനിത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ മീഡിയം ക്യൂബായിട്ട് കട്ട് ചെയ്തു. ഈ പൊട്ടറ്റോ ഞാൻ ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്നറിയാമോ? നമ്മൾ ഈ പൊട്ടറ്റോ വെറുതെ കുക്ക് ചെയ്യാണ്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ഉള്ളിൽ കുക്കായി വരാൻ. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം വെള്ളം എടുത്തു, ഒരു 5-6 ഗ്ലാസ് വെള്ളം എടുത്തു ഒരു പാത്രത്തിൽ. അതിലോട്ടൊരു അല്പം ഉപ്പ് ചേർത്തതിന് ശേഷം വെള്ളം തിളച്ച സമയത്ത് ഈ പൊട്ടറ്റോൻ്റെ പീസസ്, അതായത് ഈ മീഡിയം സൈസായിട്ട് മുറിച്ചിരിക്കുന്ന പൊട്ടറ്റോൻ്റെ പീസസ് അതിൽ ഇട്ട് കൊടുത്തു. 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുത്തു. ഓവറായിട്ട് വേവിക്കാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതിനുശേഷം അതിൽ വെള്ളമെല്ലാം ഊറ്റി തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോൻ്റെ പീസസ് ആണിത്. ഇനി ഇതാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടത്. മറ്റേ രീതി ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സമയം എടുക്കുന്നു മാത്രം. പിന്നെ ചിലവർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടറ്റോ ഒരു ഗ്രേറ്ററിൽ കൂടെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിന് വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞിട്ട് അതിൽ കുറച്ച് കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ട് ഉരുളകളായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അങ്ങനെയും ചെയ്യാം, പക്ഷേ ഞാൻ ഇങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇതാണ് ശരിക്കും ആലു 65 എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഇത് മാരിനേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ക്രിസ്പിനെസ് വരും. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിന് പകരമായിട്ട് നമുക്ക് മൈദയുടെ അളവ് കൂട്ടി ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 6 ടേബിൾ സ്പൂണോളം മൈദ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ഗോതമ്പ് പൊടി ചേർത്താലും കുഴപ്പമില്ല. കോൺഫ്ലവറിൻ്റെ നേരെ ഇരട്ടിയാണ് എടുത്തിരിക്കുന്നത് ഈ മൈദ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ 2 ഫ്ലോറും, അതായത് കോൺഫ്ലോറും മൈദയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. ഇനി അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ്. പിന്നെ അളവ് നമുക്ക് നോക്കുമ്പോൾ അവസാനം അറിയാൻ പറ്റും. ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ഇടണ്ട. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്തങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങളുടെ അടുത്ത് കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ചെറുനാരങ്ങയുടെ നീര്, അതായത് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളമാണ്. സാധാരണ വെള്ളം, ചൂടുവെള്ളമൊന്നുമല്ല, തണുത്ത വെള്ളമല്ല, നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്ര വെള്ളം ഒഴിച്ചു എന്ന് ഞാൻ പറഞ്ഞുതരാം. 11 ടേബിൾ സ്പൂൺ. അതിന് ഉപ്പ് രസമൊക്കെ നോക്കാം. ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആണ്, അതുകൊണ്ട് ഇനി അധികം ഉപ്പൊന്നും വേണ്ട. ഇതിലോട്ട് ലൈറ്റായിട്ട് ഉപ്പിട്ടാൽ മതി. ഈ പൊട്ടറ്റോൻ്റെ പീസസിലെല്ലാം ഒന്ന് ഇത് കോട്ടായിരിക്കണം, അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതിന് 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി. നമ്മുടെ പൊട്ടറ്റോയിൽ ഒട്ടും തന്നെ വെള്ളമില്ലാത്ത പൊട്ടറ്റോ ആണ് ഇതിലേക്ക്, പൊട്ടറ്റോൻ്റെ പീസസ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം പൊട്ടറ്റോയിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോകും. അതാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം. അപ്പോൾ അതിലോട്ട് നമുക്ക് വെള്ളമില്ലാത്ത പൊട്ടറ്റോൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് 5 മിനിറ്റോളം വെക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഓവറായി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോഴേക്കും അത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് 5 മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റിന് ശേഷം ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ നമുക്ക് അടുപ്പത്ത് വെക്കുക. അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കും. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയിൽ സാധാരണ രീതിയിൽ ചെയ്യാറില്ല. 65 എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരള സ്വാദല്ലല്ലോ. എന്നാൽ പോലും വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തീ ഓൺ ചെയ്യാം. ഒരു മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്കിതിലോട്ട് 2-3 ബാച്ചായി ഇട്ടിട്ടത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എണ്ണ മീഡിയം ചൂടായിട്ടുണ്ട്. അതിലോട്ട് പൊട്ടറ്റോൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഫ്രൈ കൊണ്ട് ഇടുന്നതായിരിക്കും കുറച്ചും കൂടി ഉത്തമം. ഞാനൊരു 3 ബാച്ചായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണേ. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിടുക. അതിന് ശേഷം
നന്നായിട്ട് 2 സൈഡും ക്രിസ്പി ആവുന്ന വരെ ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റി വെക്കാം. ഒരു ടിഷ്യൂ പേപ്പറിലോട്ടോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലോട്ടോ മാറ്റിയാൽ മതി. ചിലർ പറയാറുണ്ട് നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം പുറത്തേക്ക് ഇങ്ങനെ വിട്ട് വരും, പൊട്ടറ്റോ മാത്രം തനിയെ കിടക്കുന്നു. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ, ഓയിലിന്റെ ടെമ്പറേച്ചർ കുറവായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ചിടും. അങ്ങനെ ചെയ്താലാണ് അങ്ങനെയൊക്കെ സംഭവിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ 2 മിനിറ്റ് ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രം തിരിച്ചിടാൻ പാടുള്ളൂ. പിന്നെ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് ക്രിസ്പി ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിതിപ്പോൾ ഓൾറെഡി 5 മിനിറ്റ് കുക്ക് ചെയ്ത പൊട്ടറ്റോ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ എല്ലാ പൊട്ടറ്റോവും ബാക്കിയുള്ള ബാറ്ററും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് പൊട്ടറ്റോ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നമ്മളെല്ലാം വറുത്ത് കഴിഞ്ഞ് ഇനി ഇതിന്റെ ഫൈനൽ സ്റ്റേജ് ആണ്. അതിനുവേണ്ടി ഞാൻ ആദ്യം ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് തൈരാണ്. 3 ടേബിൾ സ്പൂൺ തൈര് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ഇട്ടതിന് ശേഷം ഒന്ന് കറക്കിയെടുത്തു. അപ്പോൾ ഇച്ചിരി ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ്. 3 ടേബിൾ സ്പൂൺ. എൻ്റെ തൈരിന് അധികം പുളിയില്ല, അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനീഗർ ആവാം. പക്ഷേ തൈരിന് നല്ല പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചെറുനാരങ്ങ നീരിൻ്റെ ആവശ്യമില്ല. നമ്മുടെ 65 എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു പുളിരസം ഉണ്ടാവണം, എന്നാൽ മാത്രമേ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അതെടുത്ത് പറയുന്നത്. അതിലോട്ട് ഞാനൊരു അല്പം, അതായത് ഒരു 1/4 ടീസ്പൂൺ പോലും ഇല്ല, ക്യൂമിൻ പൗഡർ, അതായത് നമ്മുടെ ജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകത്തിന്റെ സ്മെല്ല് താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിലോട്ട് വേണമെങ്കിൽ കുറച്ച് 2 നുള്ളി ഗരം മസാലയും ചേർക്കാം. പക്ഷെ ഗരം മസാല ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാം ഇത്തിരി കളറാണ്, ഓറഞ്ച് റെഡ് കളർ. അതേസമയം ഞാൻ സാധാരണ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കളറൊന്നും ചേർക്കാറില്ല. അതിന് പകരമായിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഇടാറുള്ളത്. വീഡിയോയ്ക്ക് ഭംഗി വരാൻ വേണ്ടി മാത്രമാണ് ഇന്ന് മാത്രം ഞാൻ കുറച്ച് കളർ ചേർക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. ഞാനിപ്പോൾ കളർ ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ എനിക്ക് ചേർക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ പുളി ഇല്ലാത്ത കാരണം കുറച്ച് ചെറുനാരങ്ങ നീര്. അപ്പം ഞാനിപ്പോൾ ഒരു പകുതി വലിയ ചെറുനാരങ്ങയുടെ ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളേ. ഞാൻ മിക്സ് ചെയ്ത് നോക്കട്ടെ. അതേപോലെ തന്നെ ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പുളിയാണേ, ഉപ്പ് അല്പം കൂടെ വേണം. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു അല്പം, അതായത് ഒരു 1/2 ടീസ്പൂണോളം കോൺഫ്ലോർ ആണ്. അത് നമ്മുടെ കുക്കിങ്ങിലത്തെ യാമൻ്റെ ഒരു ടിപ്പാണ്. ഇതിങ്ങനെ പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർക്കാൻ പറയുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ കോൺഫ്ലോർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. പക്ഷേ ഞാൻ ഇന്നലെ കോൺഫ്ലോർ ഇല്ലാണ്ട് ചേർത്തപ്പോൾ ഉണ്ടാക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷെ കോൺഫ്ലോർ വരുമ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അങ്ങ് യോജിച്ചിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ. അപ്പോൾ നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ഇടുക, അല്ലെങ്കിൽ ഒഴിവാക്കുക കേട്ടോ. നമുക്കതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത്. നമ്മളെ ചിക്കൻ 65ൻ്റെയും കോളിഫ്ലവർ 65ൻ്റെയും അതുപോലെ തന്നെ സോയ 65ൻ്റെ വീഡിയോ കാണാത്തവർ കാണാൻ മറക്കരുത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ് ഇതെല്ലാം. ഇതെന്തായാലും ആദ്യം തന്നെ റെഡിയാക്കി വെക്കുന്ന ഒരു ഐറ്റം ആണ്. നമുക്കിനി കടായി അടുപ്പത്ത് വെക്കുക. മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്യുക. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ പൊട്ടറ്റോ വറുത്ത ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ആദ്യമായിട്ട് ഇട്ട് കൊടുക്കണം എന്താണെന്നറിയാമോ? നൈസാക്കി കൊത്തിയരിഞ്ഞിൽ വെളുത്തുള്ളി. ഞാനിവിടെ 6 വെളുത്തുള്ളി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഒരു കുടത്തിന്റെ പകുതി. ഇവിടെ കിട്ടുന്ന ചൈനീസ് വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കുടം വെളുത്തുള്ളി ഉപയോഗിച്ചോളൂ. അപ്പോൾ അതിലേക്ക് വളരെ നൈസാക്കി അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. മീഡിയം ചൂട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു 8 പച്ചമുളക്. അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 8 ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. അത് ജസ്റ്റ് പകുതി കീറി ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ ഞാൻ എനിക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പില. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തന്നെ ഒരു നല്ല വാസനയാണ് ഇവിടെ. ചുമയ്ക്കാനും തോന്നുന്നുണ്ട്. എൻ്റെ ചുമയൊന്ന് മാറി വരുന്നുള്ളൂ. മീഡിയം ചൂട് മെയിൻറ്റെയിൻ ചെയ്യണം. അതെപ്പോഴും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. വെളുത്തുള്ളിയൊക്കെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തത് മുഴുവനും വീണ്ടും വെളുത്തുള്ളിയൊക്കെ അരിയേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടിയിരുന്നത് ഉണക്കമുളകായിരുന്നു. ഉണക്കമുളക് ഞാൻ ചേർക്കാൻ മറന്നു, എടുത്ത് വെച്ച് കണ്ടില്ല. അപ്പോൾ ഇച്ചിരി കൂടെ എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഉണക്കമുളക് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഒന്ന് മാറ്റി വെക്കരുത്, നീക്കി വെക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ ഉണക്കമുളക് ആദ്യം റോസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഉണക്കമുളക് പൊട്ടിച്ചതിന് ശേഷം ബാക്കി വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്താൽ മതി. ഓക്കെ, ഇപ്പോഴാണ് കളറ് കറക്റ്റായത്. തല വർക്ക് ചെയ്യുന്നില്ല, നീ വയ്യാത്ത കാരണം നമ്മളെ ഓർമ്മയൊക്കെ ശരിയാവുന്നില്ല. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാം. 1-2 മിനിറ്റോളം മീഡിയം തീയിലിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ഇതിലേക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പച്ചവെള്ളം ഒഴിക്കരുത് ഇനി ഈ സമയത്ത്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാൻ മറക്കരുത്. തൈര് അലർജി ഉള്ളവർ വെള്ളം ഒഴിക്കുക, എന്നിട്ട് അതിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആലു ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും
എത്തിയെന്ന് ഉറപ്പ് വരുത്താം. അതിൻ്റെ ചാറ് ടേസ്റ്റ് നോക്കുക. പുളി കുറവാന്ന് തോന്നുന്നേ കുറച്ചും കൂടെ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒരു ലെമൻ്റെ വെജ് എടുത്ത് വെച്ചാൽ മതി. സെർവ് ചെയ്യുന്ന സമയത്ത് ആവശ്യമെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പിഴിഞ്ഞ് കഴിക്കാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ ചിലവർക്ക് അത്ര പുളി ഇഷ്ടം ഉണ്ടാവില്ല. അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കോളൂ കേട്ടോ. അടിപൊളി. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവ് അതിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, പിന്നെ നമ്മുടെ പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചും എണ്ണത്തിൽ മാറ്റം വരുത്തണം. അവസാനമായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ തോട്ടത്തിൽ നിന്ന് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിൽ ഇട്ട് കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് കൊടുക്കുക. ആഹാ, വേറെ ലെവലായി മക്കളെ. സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. എന്തായാലും തയ്യാറാക്കി നോക്കിക്കോളൂ. ഇത് ചൂടോടുകൂടി കഴിക്കാൻ നല്ലതാണ്, തണുത്ത് കഴിക്കാൻ നല്ലത്. സ്റ്റാർട്ടറായിട്ട് നമ്മളിപ്പോൾ വെജിറ്റേറിയൻസിനൊക്കെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ കൊടുക്കാൻ പറ്റുന്നൊരു സൂപ്പർ സ്റ്റാർട്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ കേഡ് റൈസ് ഇല്ലേ, അത് തൈര് സാധത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പിയാണ്, ഡിഷാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി സെർവ് ചെയ്യാം. ഞാനിത് പ്ലേറ്റിലോട്ട് മാറ്റി ഫോട്ടോ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചൂടോടുകൂടി കഴിച്ച് കഴിഞ്ഞാൽ വായ്പുള്ളേ. സൂപ്പറായിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പും പുളിയും എരിവും ഒക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പൊട്ടറ്റോ 65. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യാൻ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ ചിക്കൻ 65ഉം അതുപോലെ തന്നെ കോളിഫ്ലവർ 65, പിന്നെ വേറെ എന്താണ് സോയ 65 ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ അപ്പം